ചേട്ടാ അവന്റെ മൂക്കിലിട്ടിടിക്ക്. പാത്രങ്ങൾ നല്ല പാത്രങ്ങൾ. എടാ തൊപ്പയ്ക്ക് പകരം ബക്കറ്റ് വെച്ചപ്പോ എങ്ങനെയുണ്ട്, കൊള്ളാമോ? ചേട്ടാ ഒരു പഞ്ച് കൊടു, പഞ്ച്. എടാ കിറ്റ്കിറ്റ്, ഇവിടെ എന്താ റെസ്ലിംഗ് മത്സരം നടക്കുകയാണോ? നിനക്കും വന്ന് 2 ഇടി ഇടിച്ചുകൂടെ? അതോ ഈ വാചകടി മാത്രമേ ഉള്ളൂ? ചേട്ടാ സോറി ചേട്ടാ, ചേട്ടൻ ഈ ഗെറ്റപ്പിൽ കണ്ടപ്പോ എക്സൈറ്റഡ് ആയിപ്പോയി, അതുകൊണ്ടാ ചേട്ടാ. അവിടെ എന്താ ഇത്ര വലിയ ആൾക്കൂട്ടം? അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അന്വേഷിക്കാം, പോകാം. എടാ ഇത് വെറും ട്രെയിലറാണ്, മുഴുവൻ പടം ഞാൻ നാളെ കളത്തിൽ കാണിക്കാം. നിന്റെയൊക്കെ ബോസ് ടപ്പു ഡഗ്ലസിനോട് പറഞ്ഞേക്ക് നാളെ ചേട്ടൻ വരുന്നതിന് മുമ്പ് ആ സ്ഥലം കാലിയാക്കാൻ. എടാ നാളെ സ്ഥലം ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ ടപ്പൂനെ ഇടിച്ച് ഞാൻ ടിപ്പു ആക്കും, പറഞ്ഞേക്കാം. അതെ കോശിച്ചേട്ടാ, ചേട്ടന്റെ കാര്യം നാളെ ഞാൻ ഒത്തുതീർപ്പാക്കി തരാം. സത്യമാണോ മോനെ? തോത്താറാമേ, നിനക്കെന്താ വട്ട് പിടിച്ചോ? നീ ഇപ്പൊ ഗുണ്ടയായിരിക്കുക. അതെ ബായ്. അപ്പൊ നീ ജനങ്ങളോട് ഗുണ്ടായിസം കാണിക്കുമോ? അതെ ബായ്. അവരുടെ സ്ഥലം കയ്യേറുമോ? അതെ ബായ്. ബലപ്രയോഗത്തിലൂടെ മറ്റൊരാളുടെ സ്ഥലം കയ്യേറുന്നത് തെറ്റാണ്. അതെ ബായ്. അത് ഗുണ്ടായിസാണെങ്കിൽ പോലും നീ ചെയ്യുന്നത് തെറ്റാണ്. തീർച്ചയായും. കണ്ടില്ലേ, തീർച്ചയായും അതേന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന കണ്ടില്ലേ? മിണ്ടാതിരിക്കടാ. എടാ നിങ്ങൾ എന്നെ കാര്യം പറഞ്ഞ വിട്ടില്ലെങ്കിൽ അതെ തീർച്ചയായും എന്ന് മാത്രമേ കേൾക്കുള്ളൂ. നിനക്കെന്താ പറയാനുള്ളത്? ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ നീ മറ്റുള്ളവരെ ഇടിക്കുന്നു അടിക്കുന്നു ഒക്കെ. സംശയമുണ്ടോ? അത് പിന്നെ അങ്ങനെ ചെയ്യാതെ എങ്ങനെ അവർ സ്ഥലം ഒഴിയുന്നത്? ആ സ്ഥലം ഒഴിപ്പിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം കറക്റ്റ് ആണ്. ആ ഭൂമിയുടെ ഉടമസ്ഥൻ കോശിച്ചേട്ടനാണ്. ഞാൻ വളരെ പാവപ്പെട്ട മനുഷ്യനാണ്. തോത്താറാമിന്റെ സഹായം തേടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. കേട്ടില്ലേ, അദ്ദേഹം ഒരു പാവപ്പെട്ടവനാ. ഇൻസ്പെക്ടർ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ഭൂമി ഒഴിച്ചെടുത്തതാ. പക്ഷെ ആ ഗുണ്ടകൾ വീണ്ടും വന്ന ഭൂമി കയ്യേറി. അതിന് ആ ഗുണ്ടകളെ അവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിട്ട് നീ സ്വയം അങ്ങ് ഗുണ്ടയായി മാറിയതാണോ? എടാ ഈ ഗുണ്ടകൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, അവന്മാരെ കഴിഞ്ഞ് വലിയ ഗുണ്ടകളെ കണ്ടാ പേടിക്കും. അതുകൊണ്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഗുണ്ടയായി മാറി. കിക്കിറ്റേ, നീ എന്തിനാ തോത്താറാം അണ്ടർവേൾഡിലെ വലിയ ഗുണ്ടയായി മാറിയെന്ന് പറഞ്ഞതാ? തട്ടി വിടുകയായിരുന്നു അല്ലേ? ഞാനെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ചേട്ടൻ വലിയേട്ടനായിന്നാ. അത് തന്നെ ചേട്ടൻ ഉദ്ദേശിച്ചത് ഗുണ്ടയായിന്ന്. അതിന്റെ അർത്ഥം അഭിനയിക്കുകയാണെന്ന്. എടാ എവിടെയാടാ നീയൊക്കെ പറഞ്ഞ നിന്റെ ആ പുതിയ വല്യേട്ടൻ? ടപ്പു ഡഗ്ലസിന്റെ പേര് കേട്ടപ്പോ തന്നെ ഓടി ഒളിച്ചോ? 9 മണിക്ക് വരാമെന്ന് പറഞ്ഞതാ. ഇപ്പതാ ഉച്ചയൂണ് കഴിക്കാനുള്ള സമയമായി. ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത്. ദാ എന്റെ ഈ ഗ്യാങ്ങിനെ കണ്ടോ? ചേട്ടാ ഇവിടെ നിക്ക്. ചേട്ടന്റെ പ്രോപ്പർട്ടി ഞങ്ങൾ വാങ്ങിത്തരാം. സൂക്ഷിച്ചു പോണേ മക്കളെ. നീ സ്വന്തമായി തലയെ തട്ടുന്ന എന്തിനാ? ഞങ്ങൾ വന്നില്ലേ, ഇനി തട്ട് ഞങ്ങൾ തന്നോളാം. എടാ പീറ പൂച്ചേ, എന്റെ പേര് ടപ്പു ഡഗ്ലസ് എന്നാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് 2 അടി കിട്ടി കഴിഞ്ഞാ മേലാല തലൊരു മുടി പോലും കിളിർക്കില്ല. എപ്പോഴും അത് കോഴിമുട്ട പോലെ ഇരിക്കും. സംശയമുണ്ടോ? ഞങ്ങൾ 9 മണി 5 മിനിറ്റിനാ വന്നത്. 5 മിനിറ്റ് നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി സമയം തന്നു. പക്ഷേ നീ രക്ഷപ്പെട്ടില്ല. ചേട്ടാ ഇവന്റെ തലയിൽ തല്ലുകൊള്ളാനായിരിക്കും വിധി. എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. അടി തുടങ്ങാം. എല്ലാത്തിനും ഇവനോട് ഏറ്റുമുട്ടുന്നതായിരിക്കും നല്ലത്. ഹണി, നീ മറ്റവന്റെ കാര്യം നോക്ക്. ഇവന്റെ കാര്യം ഞാൻ നോക്കാം. എടാ കഴുതേ, വെറുതെ നോക്കി നിന്നാ മാത്രം പോരാ, അടിക്കണം.
വാലിന്ന് വിടാനാ പറഞ്ഞ. എല്ലാരും കൂടെ ചേർന്നവരെ പിടിക്ക്. താങ്ക് യു താങ്ക് യു. തോത്താറാമേ നീ ഇവരെ നോക്കിക്കോ, ഡഗ്ലസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. കിരിക്കിറ്റേ, നീ എന്റെ കുതിരയെ കൊണ്ട് വേഗം വാ. ശരി ചേട്ടാ. ചേട്ടാ ഇതാ പിടിച്ചോ പിടിച്ചോ. അതിനെ കുതിരയെന്നല്ല പറയുന്നത്. അതിനെ തന്നെയാണ് കുതിര എന്ന് പറയുന്നത്. അതിന്റെ മുഖം നോക്ക്, വാല് നോക്ക്. എടാ, നിനക്കൊക്കെ വേണ്ടി ഈ കുതിര തന്നെ ധാരാളമാ. അതെ ചേട്ടാ, ചേട്ടന്റെ കുതിര ഓടിത്തുടങ്ങിയ നീയൊക്കെ കഴുതയെ പോലെ കിടന്ന് കരയും. നീ ഇങ്ങനെ ഡയലോഗ് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും 2 വീക്ക് കൊടുത്തൂടെ? ഇല്ല, അത് ചേട്ടന്റെ ജോലിയാ. ചേട്ടന്റെ ജോലിയിൽ ഞാൻ കൈ കടത്താറില്ല. അതെ ബായ്, റെഡി. ഞാൻ കുതിരയെ ഓടിക്കാൻ പോവുകയാണ്. യാ, യാ. യാ, യാ. ആ. യ്യോ. കൂട്ടുകാരെ, യൗമാന കാര്യത്തെ തീരുമാനമായി. ഇനി ടപ്പുവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അത് കുഴപ്പമില്ല, അവന്റെ കാര്യം എന്റെ കൊച്ചലയും നോക്കിക്കോളും. അവൻ ഇടിച്ചിപ്പോ പപ്പടം ആക്കിയിട്ടുണ്ടാവും. ആഹാ. എന്നോട് ക്ഷമിക്കണേ. ഇനി ഞാൻ ഈ സ്ഥലത്ത് കാല് കുത്തുക പോയിട്ട് കൈ കൊണ്ട് പോലും തൊടില്ല. ഇങ്ങോട്ട് നോക്കിക്കോ. ഇനി ഈ സ്ഥലമൊന്നല്ല, ആരുടെ സ്ഥലത്തും കയ്യോ കാലോ കുത്തി പോരുത്. മനസ്സിലായല്ലോ നിനക്ക്? ഇന്നെ കുറിച്ചോ? എടാ എങ്ങോട്ടാടാ ഓടുന്നത്? നിക്കടാ, നിന്നെ ശരിയാക്കി തരാം. നിക്കടാ. ഓടിക്കഴിഞ്ഞിട്ട് എന്തിനായിരുന്നു ഒച്ചെടുക്കുന്നേ? ഇവിടെ നിക്കുമ്പോ ഒന്ന് കൊടുക്കായിരുന്നില്ലേ? എന്തായാലും കാര്യം നടന്നില്ലേ? ആവശ്യം വന്നിരുന്നിട്ട് ഞാൻ വലിയ നീ എന്തിനാ ബേളം വയ്ക്കുന്നേ? നോക്കിയേ, ഇതിൽ ഒരുപാട് നല്ല ജോക്സ് ഉണ്ട്. ദ ഇൻവിസിബിൾ ജോക്സ്. എവിടെ ഒന്ന് കാണിച്ചേ. അതിനിതിനകത്ത് ഒരു ജോക്ക് പോലും എഴുതിയിട്ടില്ലല്ലോ. ഞാൻ ഇൻവിസിബിൾ ജോക്ക് എന്നല്ലേ പറഞ്ഞത്. കുറച്ചൊക്കെ ഇമാജിനേഷൻ വേണം, എന്നാലേ ചിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് മാത്രമേ ചിരി വരുള്ളൂ, നിനക്ക് വരില്ല. ആ ജോക്കാണെങ്കിൽ ഭയങ്കര ഫണ്ണി ആയിരുന്നു. എന്റെ കണി പതുക്കെ. കന്നാസാറിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഈ ലൈബ്രറി ഒരു ദിവസം നോക്കി നടത്താനായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അത് കന്നാസാറിന് വലിയ ക്ഷീണമാകും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഖന്ന സാറിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, ഭയങ്കര ഇന്റലിജന്റ് ആണ്. ഈ ലൈബ്രറി തുറന്നിട്ട് ഖന്ന സാറിന്റെ കവിതയുള്ള ഒരു ബുക്ക് പോലും ഇവിടെ വെച്ചിട്ടില്ല. വായിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇവിടെ നിശബ്ദത പാലിക്കണം വലിയ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സൈലന്റ് ആണ്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ കള്ളൻ അടുത്തുള്ള ബാങ്കിൽ കയറുന്നത് കണ്ടു. ഞാൻ അപ്പൊ ഒരു ഒച്ച വെച്ചില്ല. അതിന് പകരം ഞാൻ അവനെ സൈലന്റ് ആക്കി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒച്ച വെക്കല്ലേ. സൈലന്റും പിന്നെ ഹണിയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് നിങ്ങൾക്ക് അറിയോ? അയ്യോ അയ്യോ, ഞാൻ കുടുങ്ങിപ്പോയി, രക്ഷിക്കണേ. അയ്യോ അയ്യോ.
ഇവിടെ ബഹളം വെക്കരുത്. ലൈബ്രറിയിൽ ആൾക്കാരുണ്ട്. അതിനെന്താ, ഞങ്ങൾ ബൈക്ക് റൈഡേഴ്സ് ആണ്. റൈഡിംഗ് ഞങ്ങളുടെ രക്തത്തിലുള്ളതാണ്. രക്തത്തിൽ, മനസ്സിലായോ? ഇന്നലെ ഞാൻ ബ്ലഡ് പരിശോധിച്ചപ്പോൾ റിപ്പോർട്ട് വന്നത് ബി പോസിറ്റീവ് അല്ല, ആർ പോസിറ്റീവ് ആണ്. ആർ പോസിറ്റീവ്. ദാ നോക്കൂ, ഇവിടെ പ്രാക്ടീസ് ചെയ്യരുത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി ചെയ്യൂ. ഇത് ഞങ്ങളുടെ ലൈബ്രറിയാണ്. ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ശല്യം. ശരി, ഞങ്ങളെ ഇവിടെ ഓടിച്ചു വിടാൻ മാത്രം നിങ്ങൾക്ക് അത്രയ്ക്ക് ഭ്രംഭ്രമുണ്ടോ? വന്നിരിക്കുന്നു. ഒരു ബൈക്ക് പൊക്കിയെടുക്കാനുള്ള ശേഷി പോലും ഇല്ല. അയ്യോ, ആരേലും വന്ന് എന്നെയും ബൈക്കിനെ എഴുന്നേൽപ്പിക്കേ. അയ്യോ അയ്യോ, എന്നെ കളിയാക്കി ചിരിക്കുന്നോടാ. നിന്നെയൊക്കെ ഇപ്പൊ ശരിയാക്കി തരാം. ബ്രം, 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 ബ്രം. ഇനി ക്ഷമിക്കാൻ വയ്യ. അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ അയ്യോ രക്ഷിക്കണേ. ഐഡിയ. അയ്യോ കൊച്ചലിയ, ആക്ഷൻ ടൈം. വലിയ അതെന്തായാലും കറക്കി. അടിപൊളി ഐഡിയ. ആ തിരിച്ചു വന്നിട്ട് നിന്നെയൊക്കെ ഞാൻ എടുത്തോളാടാ. ബ്രം, ബ്രം, ബ്രം. ഓട്ടോറിക്ഷ പോലുള്ള മോന്തയും വെച്ചോണ്ട് ബൈക്കിന്റെ സൗണ്ട് ഉണ്ടാക്കുകയാണ് അവൻ. സ്ഥലം വിട്ടോണ ഇവിടുന്ന്. ചെവി എങ്ങനെ ചെറുതാക്കി മാറ്റാം? ആരാ ബഹളം ഉണ്ടാക്കുന്നേ? ആൾക്കാരെ ശല്യപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ വില്ലന്മാരാ. ഇവന്മാരും വീട്ടിൽ വന്നിരിക്കുകയാണ്. ഹണി, പോയി ലോലിപോപ്പ് കൊണ്ടുപോവാ. കൊച്ചലിയ, ആദ്യം നമുക്ക് ഇവന്മാർക്കിട്ട് ഒരു പണി കൊടുക്കാം. എന്നിട്ട് ലോലിപോപ്പ് കഴിച്ചാ പോരെ? സത്യത്തിൽ നീ ഇങ്ങനെ സംസാരിക്കുന്നതാണോ അതോ ജോലിയാ മടിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതാണോ? സോറി. കുട്ടികൾക്കൊക്കെ ലോലിപോപ്പ് വളരെ ഇഷ്ടമാണ്. കുട്ടികളെ, ലോലിപോപ്പ് കഴിക്കൂ. ലോലിപോപ്പ്. ലോലിപോപ്പ്. ഒരു പീപ്പിക്ക് പകരം 2 ലോലിപോപ്പ്. ദാ പിടിച്ചോ, നല്ല ലോലിപോപ്പാ. എനിക്കും വേണം ലോലിപോപ്പ്. എനിക്കും വേണം. അയ്യോ ബോസേ, ആ പണിയും പാളിയല്ലോ. ലോലിപോപ്പ് കഴിക്കുന്നോ? ഡാഡി, നമ്മുടെ മക്കൾ അവിടെ ഉണ്ട്. നിങ്ങളോട് ചോദിക്കാതെ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ നിങ്ങൾ? ദാ പിടിച്ചോ. ഞങ്ങളോട് കളിക്കരുത് മിസ്റ്റർ ബ്രും ബ്രും. തോൽവി എന്ന വാക്ക് ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. ബ്രം, 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 ബ്രം. അതേതാ ഡിക്ഷണറി? അതിന്റെ എഡിഷൻ പറ, പബ്ലിഷർ ആരാന്ന് പറ. ഞാൻ ഇപ്പൊ തന്നെ പോയി ഒരു കംപ്ലൈന്റ് ഓ, കൊടുക്കാം. അത് ഞാനൊരു റൈമിങ്ങിന് വേണ്ടി പറഞ്ഞതല്ലേ. തന്റെ തലക്കകത്ത് എന്താ ബ്രം, 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 ബ്രം കച്ച 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 നിറഞ്ഞിരിക്കുകയാണോ? അല്ല, ഈ ബ്രൂം ബ്രൂമിനിടയ്ക്ക് ഈ കസ് 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 എവിടുന്നാ വന്നത്? കരിയോയിൽ നിറഞ്ഞിരിക്കുകയാണോ? നിങ്ങൾ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. വെല്ലു, ആ കയറിങ് കൊണ്ടിട്. എന്നാ പിന്നെ ബ്രും ബ്രും ഞങ്ങൾ പോട്ടെ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്തായാലും യുമാർക്ക് ഒരു പണി കൊടുത്തേ പറ്റൂ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എല്ലാരും അടുത്തോട്ട് വാ. അത് പിന്നെ മനസ്സിലായല്ലോ. ഏ? എന്താ തല്ലണോ? തല്ലിക്കഴിഞ്ഞാലും ഞങ്ങൾ കിടന്ന് ഒച്ചയുണ്ടാക്കും. എന്താ കാണണോ? ബ്രും. അതിന് ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കാൻ സമ്മതിച്ചാലല്ലേ. ഇതാ പിടിച്ചോ. അയ്യോ. ബില്ലു, നിനക്ക് ഞാൻ തല നല്ല തല്ലു. അയ്യോ, അയ്യോ. അയ്യോ. ഞങ്ങളിതാ എത്തി.
എന്നാ തുടങ്ങിക്കോ. സ്നോമാൻ റെഡിയായി. നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇവനിതാ ഇതുപോലെ ലിപ്പുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. നോമൻ, നീ ഒരിക്കലും ഒറ്റയ്ക്കാണെന്നുള്ള വിചാരമേ വേണ്ട. നമ്മൾ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. എന്താ ഓക്കെ അല്ലേ? നീ കഴുതല്ലടാ, മര കഴുതയാ. സംശയമുണ്ടോ? ഹണി കഴുതയൊന്നുമല്ല, ക്യൂട്ടാ. താങ്ക് യു ഹണി. ഓറഞ്ച് ലിപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. വരൂ, രാത്രി ഒരുപാട് സമയമായി, നല്ല ക്ഷീണമുണ്ട്, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സ്നോമാൻ. ഞാൻ ദാ തൊട്ടടുത്ത വീട്ടിൽ തന്നെ താമസിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ നീ അവിടെ വന്ന് എന്നെ രക്ഷിച്ചാൽ മതി. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. ഓ ശരി, ആയിക്കോട്ടെ. അബ്ദുൽ കലാം ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അഥവാ ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ നിന്നോട് പറയാം. അടികൈ.